മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ റിസൾട്ട് ഒന്നും വരുന്നില്ല. ഇങ്ങനൊന്നും പറയാത്ത, ഇങ്ങനൊന്നും കേൾക്കാത്ത ഒരു ബിസിനസ് ഓണറും കാണത്തില്ല. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് മാർക്കറ്റിംഗ് ഏജൻസികളാണ്. കാരണം എന്താണ് സത്യമെന്ന് ഈ ബിസിനസ് ഓണേഴ്സിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവർ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇത് രണ്ട് കൂട്ടർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു മാർക്കറ്റിംഗ് എന്നൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ നിന്ന് റിസൾട്ടാണ്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ്, നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെ ഞാനതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ചെയ്യുന്ന കാര്യം എന്നറിയോ, തൊട്ടടുത്ത് തന്നെ ഇതേ പ്രൊഡക്റ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ എല്ലാ ആഡും എന്നെ കൊണ്ട് കാണിച്ചു തരും. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഞാനപ്പോൾ തിരഞ്ഞു പോകുന്ന എന്തിനെ കുറിച്ചായിരിക്കും, ഇതിൽ ഏറ്റവും മികച്ചത് ഏതാണെന്നുള്ളതാണ്. ഈ തിരഞ്ഞുപോക്കിനിടയിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റിമോണിയൽസ് ഉള്ള, ഏറ്റവും കൂടുതൽ റെഫറൻസുകളുള്ള, എനിക്ക് കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യത്തിലേക്കായിരിക്കും ഞാൻ പോകുന്നത്. എന്താണ് ഈ കൺവിൻസിങ് പാർട്ട്? ഇവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ടോട്ടൽ അവൈലബിൾ മാർക്കറ്റിനകത്ത് ഒരു 60% ആൾക്കാർ നിങ്ങളുടെ പ്രൊഡക്റ്റോ നിങ്ങളുടെ സർവീസോ അവർക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യം പോലും അറിയുന്നുണ്ടാവില്ല. രണ്ടാമത്, ഇതിനകത്ത് ചില ആൾക്കാർക്ക്, കുറച്ച് പേർക്കൊക്കെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം വേണമെന്നറിയാം, അതിന് ആരെടുത്ത് പോകണം, എവിടെ പോകണം എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുണ്ടാവില്ല. ഇനി വേറൊരു വിഭാഗമുണ്ട്, അവരിതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു 3-4 കാറ്റഗറി ആൾക്കാരെ എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇനി നാലാമതൊരാൾക്കാരുണ്ട്, അവർ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ വാങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ വെറും 4% ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു 100 രൂപ ആഡ് റൺ ചെയ്തിട്ട് ഈ 4% വരുന്ന ആൾക്കാർ നേരെ നമ്മുടെ അടുത്ത് വന്ന് വാങ്ങണം എന്നുള്ളതാണ്. നടപ്പുള്ള കാര്യമാണോ? അപ്പോൾ മനസ്സിലാക്കേണ്ടത്, 60% ആൾക്കാർ, അതായത് നിങ്ങൾ ഈ പ്രൊഡക്റ്റോ സർവീസോ ഉണ്ട് എന്ന് പോലും അറിയാത്ത ആൾക്കാരെ നിങ്ങൾ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യുക. അവർ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റിൻ്റെ ഗുണമുണ്ട്, ഇങ്ങനത്തെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ രണ്ടാമത് ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിൽ എവിടെയൊക്കെ കിട്ടുന്നുള്ളതായിരിക്കും. ആ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ അവർ നിങ്ങളെയും ഒരു ഓപ്ഷനായിട്ട് വയ്ക്കും. പിന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണിയൽസും കൂടാതെ വിശ്വസനീയമായ മറ്റ് ഫാക്ടേഴ്സും ഉണ്ടോയെന്നുണ്ടെങ്കിൽ അവർ വാങ്ങാൻ തയ്യാറാവും. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അത് ഒരു ബിസിനസ്സുകാരന് ആവശ്യമാണോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനത് വാങ്ങിയിരിക്കും. ഒന്നുകിൽ നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്ന്. അത് നിങ്ങളിൽ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ ഈ 60% തുടങ്ങണം. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്റ്റോറീസ് നിങ്ങൾ പറഞ്ഞു തുടങ്ങണം. അങ്ങനെയാകുമ്പോൾ മാർക്കറ്റിംഗ് എഫക്റ്റീവ് ആവും, മാർക്കറ്റിങ്ങിൻ്റെ കോസ്റ്റ് കുറയും, നിങ്ങൾക്ക് എല്ലാ കാലവും കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇതൊന്നും അറിയാതെ മാർക്കറ്റിംഗ് ഏജൻസിയെയും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീമിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാരോട് ഇപ്പോൾ തന്നെ എന്ത് സ്റ്റോറിയാണ് ഈ 4 പേരോടും പറയേണ്ടതെന്ന് പ്രിപ്പയർ ചെയ്യുക, പ്ലാൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. കാരണം ദ പർപ്പസ് ഓഫ് നോളജ് ഈസ് നോട്ട് നോളജ് ബട്ട് ആക്ഷൻ.